എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇനി ഇതിനേക്കാൾ മേതെ നാളെ എന്താണ് കേൾക്കാൻ പോകുന്നത്, ഇതിനേക്കാൾ ക്രൂരമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ അസഹനീയമായ എന്ത് വാർത്തയാണ് നാളെ കേൾക്കുക എന്നൊരു ആശങ്കയാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ അല്ലെ. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ഒരു കൂട്ടക്കൊല, അത് കഴിഞ്ഞ് ഇന്നലെ ഒരു 10ാം ക്ലാസ്സുകാരന്റെ മരണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂക്കത്ത് വലിച്ച് എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്, എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പദം പറയുന്നുണ്ട്. കുറെ പേർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നുണ്ട്. സിനിമകളെ കുറ്റപ്പെടുത്തുന്നു, ഓൺലൈൻ ഗെയിമിങ്ങുകളെ കുറ്റപ്പെടുത്തുന്നു, അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെളി വാരി എറിയലുകളാണ്. പക്ഷെ നമ്മളിതെല്ലാം പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ പരിതപിച്ചതുകൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കും ഇവിടെ? ഒരിക്കലുമില്ല അല്ലെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓൺലൈൻ ഗെയിമുകൾ കളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യില്ല. അവരിനിയും ഉപയോഗിക്കും. ഇവിടെ വരുന്ന സിനിമകളിൽ ഇനിയും ധാരാളം വയലൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ പറഞ്ഞതുകൊണ്ടും സംഭവിച്ചതുകൊണ്ടും ഒരിക്കലും സിനിമകളിൽ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ദൃശ്യമാധ്യമങ്ങൾ ക്രൈം ന്യൂസുകൾ അവതരിപ്പിക്കുന്ന രീതി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതെല്ലാം ഇതിനേക്കാൾ ചിലപ്പോൾ മോശമായ രീതിയിലായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടി വരിക. അപ്പോ എന്താണ് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. ഞാൻ ഇതിനെപ്പറ്റി ധാരാളം ആർട്ടിക്കിൾസ് വായിച്ചു ഇന്നും ഇന്നലെയുമായിട്ട്. അതിൽ ഡോക്ടർ രാജീവ് ജയദേവൻ എഴുതിയ ഒരു ആർട്ടിക്കിൾ എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ കുട്ടികൾക്ക് എന്ന് തോന്നി. അപ്പോൾ അതിന്റെ ഒരു ബേസിസിലാണ് ഞാൻ ഈ ഒരു ടോക്ക് ചെയ്യാമെന്ന് കൂടി വിചാരിച്ചത്. അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് യാഥാർത്ഥ്യ ബോധമുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ കാണുകയും അല്ലെങ്കിൽ അത് ഗെയിമിംഗ് ആണെങ്കിലും സിനിമയാണെങ്കിലും നമ്മൾ കാണുന്നതല്ല ശരിക്കുള്ള സംഭവം എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാനാണ് ആ ഒരു ആർട്ടിക്കിളിലൂടെ അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങളുടെ വീട്ടില് ഈ പ്രായത്തിലുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ സിനിമകളിൽ കാണുന്ന ഫൈറ്റ് അല്ലെ, പല രീതിയിലുള്ള ഫൈറ്റുകൾ ഇപ്പോൾ അടുത്ത് വന്ന മിനിറ്റുകളും മണിക്കൂറുകളും അല്ലെങ്കിലൊക്കെ നീണ്ടു നിൽക്കുന്ന ഫൈറ്റ് സീക്വൻസുകളാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതിൽ നായകൻ അല്ലെങ്കിൽ നായകനും വില്ലനും തമ്മിലുള്ള ഫൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അതിൽ 10 മിനിറ്റ് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 മിനിറ്റ് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ 10-1 സമയം പോലും നോർമൽ രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നിൽക്കാൻ സാധിക്കില്ല. ഊഹിച്ചറിയാവുന്ന കാര്യമുള്ളൂ. അതിൽ കിട്ടുന്ന പോലെ ഒരു ഒറ്റ അടി കിട്ടിയാൽ മതി, നമ്മളെല്ലാവരും നിലത്ത് വീണ് കിടക്കും. അല്ലാതെ അതിൽ കാണുന്ന പോലെ വീണ്ടും എഴുന്നേറ്റ് നിന്ന് അടിക്കാനും എത്രയോ എന്താ പറയാ അടി വാങ്ങി പിന്നെയും എണീറ്റ് വന്ന് ഫൈറ്റ് ചെയ്യാനൊന്നും മനുഷ്യന്മാർക്ക് സാധിക്കില്ല. അതൊന്നാമത്തെ കാര്യം മനസ്സിലാക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് കൊറിയോഗ്രാഫേഴ്സ് അത് നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ആസ്വാദന രീതി എന്നുള്ള വേണ്ടിയിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഫൈറ്റ് സീക്വൻസ് ആണ്. ഇതൊന്നും പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള സംഗതികളല്ല. ഇത്രയൊന്നും ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ മനുഷ്യന്മാർക്കില്ല. രണ്ടാമത്തേത്, നിങ്ങള് നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങളിൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കൊല്ലണമെന്ന് വിചാരിച്ച് അടിക്കുന്നതൊന്നും ആയിരിക്കില്ല. പക്ഷേ തല, നമ്മുടെ കഴുത്ത്, നമ്മുടെ വയറ്, ചെസ്റ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് സ്വകാര്യ ഭാഗങ്ങൾ, ഇവിടെയൊക്കെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരടിയൊക്കെ അടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് മതിയായിരിക്കും എന്തിന്, ഒരു മരണത്തിന് വരെ കാരണമാകാൻ. അപ്പൊ പലപ്പോഴും അധിക ശതമാനം ഇങ്ങനെയുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെട്ട കേസുകളിൽ പലപ്പോഴും ഇവർ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോഴത്തെ ഒരു റേജിന് അവര് അങ്ങ് തല്ലുകയാണ്. തല്ലുമ്പോൾ അത് പലപ്പോഴും അസ്ഥാനത്തായി പോകും. നമ്മൾ മർമ്മത്തിൽ തല്ലാന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പോൾ കഴുത്തിന് അല്ലെങ്കിൽ തലയ്ക്ക്, അതുപോലെ നെഞ്ചിന്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും കൈവിട്ട ചില സംഭവങ്ങൾ സംഭവിക്കുക. അപ്പൊ അതെല്ലാം പെട്ടെന്ന് തന്നെ മരണകാരണം. അപ്പൊ തലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രക്തസ്രാവം, ഇപ്പോ ആ കുട്ടിക്ക് അതാണ് ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രക്തസ്രാവം ഉണ്ടാവാൻ, തലച്ചോറില് ഇൻട്രാക്രൈനൽ ബ്ലീഡ് എന്ന് പറയും, അത് ഉണ്ടാവാനും അത് മരണത്തിന് വഴിവെക്കാം. നമുക്ക് നെഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിബ് കേജ് പൊട്ടിയിട്ട് ആ നമ്മുടെ റിബ് കേജ്, നമ്മുടെ അസ്ഥികള് ഹൃദയത്തിനുള്ളിലേക്കും അല്ലെങ്കിൽ ലങ്സിന്റെ ഉള്ളിലേക്കും തുളച്ചു കയറിയിട്ട് മരണം സംഭവിക്കാം. വയറിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവാം. വയറിൽ നമുക്ക് സ്പ്ലീൻ എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്, പ്ലീഹ എന്ന് പറയും മലയാളത്തില്. അത് പെട്ടെന്ന് തന്നെ മുറിയാൻ അല്ലെങ്കിൽ റപ്ചർ ആവാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അത് റപ്ചർ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയും പേഷ്യന്റ് ഓൺ ദി സ്പോട്ട് മരിക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വലിയ അസ്ഥി, ഫിമർ എന്ന് പറയുന്ന അസ്ഥി, ഈ അസ്ഥി ഒടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാവുന്ന ചില എംബോളിസം എന്ന് പറയും, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ സംഭവിക്കാം. അപ്പോൾ ചില പ്രത്യേക ഭാഗങ്ങളിൽ നമുക്ക് അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ചിലപ്പോ ഒറ്റ അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് മരണത്തിന് കാരണമാവാം. അപ്പോൾ നമ്മുടെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോഴത്തെ ഒരു തോന്നലിന് പോയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ
കുറച്ചു കഴിഞ്ഞ് മാറി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത കാര്യത്തിനെ റിവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ആ ചെയ്തതിന്റെ എഫക്ട് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ എനിക്ക് ഉറപ്പാണ് ഈ ചെയ്ത എല്ലാ കുട്ടികളും ഇപ്പൊ പശ്ചാത്തപിക്കുന്നുണ്ടായിരിക്കും, അവരുടെ വീട്ടുകാരിരുന്ന് കരയുന്നുണ്ടായിരിക്കും, ആ കുട്ടികളും കരയുന്നുണ്ടായിരിക്കും. പക്ഷെ പോയ ബുദ്ധി എന്ത് ചെയ്താലും തിരിച്ച് ആന വലിച്ചാലും തിരിച്ചു വരില്ല എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ആ പോയ ബുദ്ധി പോവാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞ് ഈ ഒരു ടോക്ക് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. അതും ഡോക്ടർ രാജീവ് ജയദേവൻ അതിൽ പറഞ്ഞ കാര്യമാണ്. നമ്മൾ പലപ്പോഴും സിനിമയിൽ കാണുന്നത് ഒരു ഫൈറ്റ് സീനൊക്കെ കഴിഞ്ഞതിന് ശേഷം നായകൻ ഭയങ്കര ഹീറോ ആയിട്ട് നടന്നു പോകുന്നു, വില്ലന്മാരെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ടുവന്നു. അല്ല, അതില് വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു വാചകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് യഥാർത്ഥ ജീവിതത്തില് ഒരു ഫൈറ്റ് കഴിഞ്ഞ ശേഷം നായകൻ പോലീസ് സ്റ്റേഷനിലേക്കും അല്ലെങ്കിൽ ജയിലിലേക്കും, വില്ലൻ ആശുപത്രിയിലേക്കുമാണ് പോവുക യഥാർത്ഥ ജീവിതത്തിൽ. ഇപ്പൊ സംഭവിച്ചത് തന്നെയല്ലേ, നമ്മൾ പലരും ഹീറോകളാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൈവിട്ട കളിയൊക്കെ കളിക്കുന്നത്. പക്ഷെ ആ ഹീറോകളൊക്കെ പോകുന്നത് ജീവിതത്തിലേക്കല്ല, ജയിച്ചുകൊണ്ട് അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ സ്ലോ മോഷനിൽ നടന്നു പോവല്ല ചെയ്യുന്നത്. ഇവരെല്ലാവരും പോകുന്നത് ജയിലിലേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയോ ആ കുട്ടികളുടെ അവസ്ഥ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അവരുടെ വീട്ടുകാരുടെ അവസ്ഥ. അപ്പോ നമ്മുടെ കുഞ്ഞു മക്കളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. യഥാർത്ഥ ജീവിതത്തിൽ നമ്മുടെ കൈവിട്ട വാക്കും കൈവിട്ട പ്രവൃത്തി എന്ന് പറയില്ലേ, വാവിട്ട വാക്കിന് പിന്നെ എന്തെങ്കിലും ചെയ്യാന്ന് വെക്കാം. പക്ഷെ കൈവിട്ട പ്രവൃത്തി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം ഈ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. മാർഷൽ ആർട്സ്, എന്റെ പാപ്പു ഞാനിപ്പോ നീ ഒരു ടോക്കാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ പറഞ്ഞൊരു കാര്യമായിരുന്നു. മാർഷൽ ആർട്സിൽ ഇപ്പൊ കരാട്ടെ, കുങ്ഫു അങ്ങനെയുള്ളതിലൊക്കെ അവർ പഠിപ്പിക്കുന്നത് ഒരിക്കലും ഒരാളോട് പോയിട്ട് അടി കൂടാനല്ല, ഒരു അടി എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് എപ്പോഴും മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നത്. അതായത് അവർക്കറിയാം ഒരു അടി എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ, നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നല്ല മാർഷൽ ആർട്സ് നല്ലപോലെ പഠിച്ചവർ ഒരിക്കലും ഒരു അടി ഉണ്ടാക്കാതിരിക്കാനാണ് നോക്കുക, ഒരിക്കലും അടി ഉണ്ടാക്കാനല്ല. അപ്പോ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു വയലന്റ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഹീറോ ആവാൻ നിങ്ങൾ ശ്രമിക്കരുത്. അവിടെ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു മാറിപ്പോവാനാണ് ശ്രമിക്കേണ്ടത്. അത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന് നിങ്ങളുടെ സുരക്ഷയ്ക്കും, ഒന്ന് നിങ്ങളുടെ കൈകൊണ്ട് അബദ്ധത്തിൽ പോലും വേറൊരാൾക്ക് ഒരു അപകടം പറ്റാതിരിക്കാനും. സോ ശരിക്കുള്ള ഹീറോകൾ അവിടെ അടികൂടി ജയിക്കുന്നവരല്ല, ആ സിറ്റുവേഷനിൽ നിന്ന് സ്കൂട്ടായി രക്ഷപ്പെട്ട് അവനവന്റെ തടിയും ബാക്കിയുള്ളവരുടെ തടിയും സംരക്ഷിക്കുന്നവരാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എല്ലാവരും സന്തോഷമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കും. ബൈ.